ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പം ഓർത്തതാണ് എൻ്റെ വീടിനകത്ത് ശരിക്കും പറഞ്ഞാൽ സാധനം കൊണ്ട് പാടില്ല. ഇഷ്ടംപോലെ സാധനങ്ങളാണ് എൻ്റെ വീടിനകത്ത്. രണ്ട് വീട്ടിലെ സാധനങ്ങളാണ് എൻ്റെ ഈ ഒരു വീട്ടിൽ പെട്ടിരിക്കുന്നത് കേട്ടോ. രണ്ട് വീടുണ്ടായിരുന്നു. ഒരു വീട് കത്തിക്കടവിലും ഒരു വീട് ഇളമുന്നപ്പുഴ. രണ്ട് വീടുണ്ടായിരുന്നു. രണ്ട് വീടും കിട്ടി. അങ്ങനെ ഈ വീട്ടിനകത്ത് ഇപ്പോൾ സാധനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, ഫർണിച്ചർ ഉൾപ്പെടെ, AC ഉൾപ്പെടെ, അതായത് അല്ലറ ഇല്ലറ പാത്രങ്ങളെ അതായത് ഞാനിപ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ എൻ്റെ വീട്ടിൽ 3 കട്ടിലുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സാധനങ്ങൾ, എന്തും വേണ്ടി അലമാരി, അത് ഇത്, പിന്നെ അല്ലാത്ത കുറേ ടീപ്പോയികൾ തന്നെ 3-4 പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുവേ, എൻ്റെ കാലം വന്നെൻ്റെ കാലെ പിടിച്ചത്. ഒരു സമയത്ത് ഒരു കാലം വന്നെൻ്റെ കാലെ പിടിച്ചപ്പോഴുണ്ടല്ലോ, കാലം കൊണ്ടുപോയതാണ് എൻ്റെ വീട് രണ്ടും കൊണ്ടുപോയി. അത് കാലം വന്ന് കൊണ്ടുപോയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വാടക വീട്ടിലാണ് കിടക്കുന്നത്. ആ സത്യപ്പെട്ടതെ ആ കാലം വന്ന് കാലെ പിടിച്ചപ്പം വീടും സാധനങ്ങളും ഒരുമാതിരിപ്പെട്ട കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ഓരോ ഉടായിപ്പ് ബിസിനസ് ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി എന്നെ ഒരു പരുവത്തിലാക്കിയിട്ട് സാധനം കൊണ്ടാണ് എല്ലാം അടിച്ചുകൊണ്ട്. സാധനമല്ല, പൈസയും സ്വർണ്ണമാണ് കൊണ്ടുപോയത്. അങ്ങനെ മനുഷ്യൻ നമ്മളുണ്ടല്ലോ, ഒരാളിനെ പോലും കല്യാണം കഴിച്ച ആൾക്കാരെ പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരാളിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചവരെ വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഉണ്ടാവും. മനസ്സിലായോ? കല്യാണം കഴിക്കുന്നവരൊന്നും ആർക്കും സ്ത്രീകളൊന്നും അങ്ങനെ കണ്ണടച്ച് എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരെ വിശ്വസിക്കാൻ വരേ പറ്റത്തില്ല. ആണുങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അധോഗതിയാണെന്നുള്ളത് 100% ഉറപ്പാണ്. ചിലരെ, എല്ലാവരും അല്ല, 100% ഉള്ളത് 100 ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അവർ നല്ലത് തന്നെ. അവരുടെ കുടുംബം, ഫാമിലിയൊക്കെ അവർ നല്ല സംരക്ഷണം ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ വേറെ വകുപ്പാണ്. അത് നമ്മുടെ കയ്യിലെ പൈസയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന വേറെ ആൾക്കാർക്ക് കൊടുക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വകുപ്പിലുള്ള ഒരാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അങ്ങനെ വന്ന് അതാണ് ഞാൻ പറഞ്ഞത്, കാലം വന്ന് കാലെ പിടിച്ചത്. കാലം വന്ന് കാലെ പിടിച്ചപ്പോൾ എല്ലാം വലിച്ചുകൊണ്ടൊന്ന് പോയി. അന്നേരം ലാസ്റ്റ് അവശേഷിക്കുന്നത് കുറേ സാധനങ്ങളാണ്. സാധനങ്ങളുണ്ട്, ഞാനും അവശേഷിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ കാലം നമ്മൾ കല്യാണം കഴിക്കണം, വേറെ കല്യാണം കഴിക്കണം, മുന്നോട്ട് പോകണം. ജീവിതം മുന്നോട്ട് പോകാതെ പറ്റത്തില്ലല്ലോ. ഒറ്റയ്ക്ക് ഏതായാലും ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും കല്യാണം കഴിച്ച് നല്ലൊരാളിനെ, നല്ലൊരു മനസ്സുള്ള നല്ലൊരാളിനെ കല്യാണം കഴിച്ച് നല്ല മുന്നോട്ട് പോകണം. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ചെയ്യണം. അത് ഞാനിപ്പോൾ ഈ 2026 ചെയ്യുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഒറ്റയ്ക്കൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിതമൊക്കെ ശരിയാവത്തില്ല. ഞാൻ നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതായതുകൊണ്ട് ഞാനിങ്ങനെ ഈ സംഭവങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എനിക്ക് രാവിലെ അങ്ങനെ കുറച്ച് നോക്കിയപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഓക്കെ ബൈ. ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊന്നുമല്ല, എൻ്റെ കാര്യമാണ്. എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. എൻ്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും എൻ്റെ കാര്യങ്ങളും ഞാൻ പറയുന്നത്. ഓക്കെ.